ഹായ് ഓൾ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്കൊരു പ്രൊവിഷണൽ ലൈസൻസ് അല്ലെങ്കിൽ പ്രൊവിഷണൽ ഡ്രൈവിംഗ് ലൈസൻസിന് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഓൺലൈനായിട്ട്. പ്രൊവിഷണൽ ഡ്രൈവിംഗ് ലൈസൻസിന് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു 3 സ്റ്റെപ്പ് ഉണ്ട്. നമ്മുടെ ഡീറ്റെയിൽഡ് വീഡിയോ വേറെയും വരുന്നുണ്ട്. അതായത് ലൈസൻസിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് പ്രൊവിഷണൽ ഡ്രൈവിംഗ് ലൈസൻസ്, പിന്നെ തിയറി ടെസ്റ്റ്, പിന്നെ പ്രാക്ടിക്കൽ ടെസ്റ്റ്. അങ്ങനെയാണ് ലൈസൻസ് എടുക്കുന്നത് UK-ൽ. അങ്ങനെ 3 സ്റ്റെപ്പായിട്ടാണ്. ഡീറ്റെയിൽഡ് വീഡിയോയും ഷോർട്സും ഒക്കെ ബാക്കി വേറെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രൊവിഷണൽ ലൈസൻസ് എടുക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ കാണുന്ന പോലെ ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ, അതായത് ഗവൺമെൻറ് സൈറ്റിൽ നമ്മൾ government.gov.uk അപ്ലൈ ഫോർ പ്രൊവിഷണൽ ലൈസൻസ് എന്ന് പറയുന്ന സൈറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊവിഷണൽ ലൈസൻസ് എടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണും നിങ്ങൾക്ക്, അതായത് നമുക്ക് അറ്റ്ലീസ്റ്റ് 15 വയസ്സിന് മുകളിലോ അതല്ലെങ്കിൽ 16 വയസ്സിന് മുകളിലോ, അതുപോലെ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് മറ്റവിടെ നിന്ന് വന്നിരിക്കുന്നവരാണെങ്കിൽ പോലും നമുക്ക് പ്രൊവിഷണൽ ലൈസൻസ് അപ്ലൈ ചെയ്യാം. അതിന് UK-ൽ 185 ഡേയ്സ് നമുക്ക് അതിനുള്ള വിസ പെർമിഷൻ ഉണ്ടായാൽ മതി. നമ്മളിപ്പോൾ 185 ഡേയ്സ് കഴിയണം എന്നില്ല, നമുക്ക് അതിനുള്ള പെർമിഷൻ. അതിപ്പോൾ നമ്മൾ വന്നിട്ട് 1 മാസം ആയിട്ടുള്ളൂ, പക്ഷേ നമ്മുടെ വിസ നമുക്ക് 2 കൊല്ലത്തേക്കുള്ള വിസയാണ് അല്ലെങ്കിൽ 6 മാസത്തിന് മുകളിലുള്ള വിസയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊവിഷണൽ ലൈസൻസിന് അപ്ലൈ ചെയ്യാം. അത് വന്ന് പിറ്റേ ആഴ്ചയോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യം എന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യാം. പ്രൊവിഷണൽ ലൈസൻസ് എടുക്കുന്നതുകൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു നേരത്തെ. കാരണം പ്രൊവിഷണൽ ലൈസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ID ഡോക്യുമെൻ്റാണ്. നമുക്ക് നാഷണൽ ID ആയിട്ട് അത് യൂസ് ചെയ്യാം. അതുപോലെ നാഷണൽ ID മീൻസ് ഒരു ID പ്രൂഫായിട്ടും അതുപോലെ അഡ്രസ് പ്രൂഫായിട്ടും നമുക്കത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് എടുക്കുന്നതിന് വരുന്ന ചിലവ് എന്ന് പറയുന്നത് 34 പൗണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളത് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണ്ടത് നമുക്ക് BRP കാർഡാണ് നമുക്കിതിൻ്റെ കൂടെ വേണ്ടത്. ഇപ്പോൾ നമുക്ക് ഇവിടെ വേറെ ഡീറ്റെയിൽസ് ഒന്നും വേണമെന്നില്ല, നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ സ്റ്റാർട്ട് നൗ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് UK പാസ്പോർട്ട് അല്ലെങ്കിൽ നോൺ UK പാസ്പോർട്ട്, നമുക്കിതൊന്നും നമുക്കില്ലാത്തത് കൊണ്ട് നമുക്ക് വേണ്ടത് ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ് ആണ്. അതല്ലെങ്കിൽ UK പാസ്പോർട്ട് ഉള്ളവർക്ക് UK പാസ്പോർട്ട് വെച്ച് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നാഷണൽ ഐഡൻറ്റിറ്റി കാർഡ് ആയിട്ടുള്ളവർക്ക് അത് വെച്ച് ഉപയോഗിക്കാം. ഓക്കെ, അതുപോലെ നമ്മുടെ നാഷണൽ ഇൻഷുറൻസ് നമ്പർ വേണം. ലാസ്റ്റ് 3 ഇയേഴ്സിലെ അഡ്രസ് പ്രൂഫ് വേണം, അല്ലെങ്കിൽ അഡ്രസ്സ് വേണം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. നമ്മൾ ഇവിടെ പ്രൊവിഷണൽ ലൈസൻസിന് മുൻപ് അപ്ലൈ ചെയ്തിട്ടുണ്ടോ, അതായത് UK-ൽ മുൻപ് അപ്ലൈ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. നമ്മൾ ഇതുവരെ മുൻപ് അപ്ലൈ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് നോ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് കണ്ടിന്യൂ. നിങ്ങൾ എവിടെയാണ് കറൻറ്റ് ഉള്ളത് എന്നുള്ളത്, അതായത് ഇപ്പോൾ UK-ൽ എവിടെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. UK എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി, അല്ലെങ്കിൽ ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുന്നത് ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ്, വെയിൽസ്, നോർത്തേൺ അയർലൻഡ് വരുന്നതാണ്. അപ്പോൾ അതിലെവിടെയാണ് നിങ്ങൾ ഉള്ളതെന്നുള്ളത്, ഇപ്പം നമ്മളിപ്പോൾ ഉള്ളത് വെയിൽസ് ആയതുകൊണ്ട് നമ്മൾ വെയിൽസ് സെലക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് കണ്ടിന്യൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഡിവൈസോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ തൽക്കാലം ഈ ഡിവൈസിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ നിൽക്കാനുള്ള പെർമിഷൻ അല്ലെങ്കിൽ ഇൻറ്റൻറ്റ് ടു ലീവ് ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ 185 ഡേയ്സ്, അത് 6 മാസം കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യൂ എന്ന് പറയുന്നതിൻ്റെ കാര്യമില്ല, നമുക്ക് അതിന് മുൻപും അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വിസ 2 കൊല്ലത്തേക്ക് ഉണ്ടായിരിക്കണം, അപ്പോഴാണ് അത് അപ്രൂവ് ചെയ്ത് കിട്ടുകയുള്ളൂ. അത് കഴിഞ്ഞ് ഡിസ്ക്വാളിഫിക്കേഷൻ വല്ലതും ഉണ്ടോ, ഇല്ല. ലീഗലൈസേറ്റ്, അത് നിങ്ങളുടെ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്, നിങ്ങൾ ക്ലാസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച്, അതല്ല നിങ്ങൾക്ക് വേറെ ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് DVSAനെയും അല്ലെങ്കിൽ DVLAനെ നമ്മൾ അറിയിക്കാൻ ബാധ്യസ്ഥരാണ്. ഓക്കെ, അതുപോലെ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന്. അക്കൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാതിരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അത് ചെയ്തില്ല എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇവിടെ താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്, I don't want an account. നമ്മൾ ആ അക്കൗണ്ട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ പ്രൊവിഷണൽ ലൈസൻസിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവർ ഇവിടെ പറയുന്നുണ്ട് അപ്ലൈ യൂസിങ് ഓൾഡ് ഓൺലൈൻ സർവീസ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. കാരണം നമുക്ക് BRP വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, നമുക്ക് UK പാസ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇവിടെ വന്നു. ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഓരോ ഓപ്ഷനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു.
ഡാറ്റകൾ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓരോ കോളത്തിലും വേണ്ട ഡാറ്റകൾ എന്താണോ നമ്മളവിടെ ടൈപ്പ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ നമ്മുടെ ഫോർനെയിം എന്താണ്, അല്ലെങ്കിൽ സർനെയിം എന്താണ്, ജെൻഡർ എന്താണ്, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ കൺട്രി ഓഫ് ബർത്ത്, നമ്മളിപ്പോൾ എവിടെയാണ് എന്നുള്ളത്. അതിപ്പം നമ്മളിപ്പോൾ എവിടെ നിന്നാണ് ജനിച്ചിരിക്കുന്നത്, അതിപ്പോൾ ഇന്ത്യയോ യു കെയോ അല്ലെങ്കിൽ ഇപ്പോൾ ദുബായോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് ഏതെങ്കിലും നമ്മുടെ രാജ്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഏതാണോ സ്ഥലം എന്നുള്ളത് അത് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുക. കാരണം ആസ് പെർ നമ്മുടെ പാസ്പോർട്ടും ഡീറ്റെയിൽസും അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ BRPയുടെ ഇമിഗ്രേഷൻ ഡീറ്റെയിൽസ് അനുസരിച്ച്. അതിനുശേഷം നമ്മൾ പോസ്റ്റ് കോഡ് കൊടുക്കുക. പോസ്റ്റ് കോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കറൻറ്റ് അഡ്രസ്സിൻ്റെ അല്ലെങ്കിൽ കറൻറ്റ് പോസ്റ്റ് കോഡ് കൊടുക്കുക. ആ പോസ്റ്റ് കോഡിലേക്കായിരിക്കും നമ്മുടെ പ്രൊവിഷണൽ ലൈസൻസിൽ അഡ്രസ്സായിട്ട് വരുന്നത്. സെയിം ടൈം അതിലേക്കാണ് നമ്മുടെ എല്ലാ കമ്മ്യൂണിക്കേഷൻസും ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുന്നു. നമ്മളതിൽ നമ്മുടെ അഡ്രസ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി അതിന് ശേഷം ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ലാസ്റ്റ് 3 ഇയേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്യണം. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് 3 ഇയേഴ്സ് നമ്മളിപ്പോൾ 1 ഇയർ ആയിട്ടുള്ള അല്ലെങ്കിൽ 1 മന്ത് ആയിട്ടുള്ള UK വന്നിട്ട് ബാക്കിയുള്ളത് നമ്മൾ ഇന്ത്യയിലോ വേറെ എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അതർ വേസ് ടു എൻ്റർ യുവർ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നോൺ GP അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ. ഓക്കെ, നമ്മൾ നമ്മുടെ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് ഇവിടെ എത്ര വർഷം നമ്മൾ നിന്നു എന്നുള്ളത് കൊടുക്കാം. ഇതിപ്പം ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് 5 ഇയേഴ്സ് ഇത് കൊടുക്കുന്നതാണ്, ഇത് ഡെമോയ്ക്ക് വേണ്ടി കാണിക്കുന്നത് കൊണ്ട്. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര വർഷമായി എന്ന് നിൽക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നെക്സ്റ്റ് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ചോദിക്കും അടുത്ത പ്രീവിയസ് അഡ്രസ്സ് ആഡ് ചെയ്യാനായിട്ട്. അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ 1 മാസമായിട്ടുള്ളൂ, ബാക്കിയുള്ള മാസങ്ങൾ വേറെ പുറത്തെ രാജ്യമാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ UK അഡ്രസ്സ് കൊടുക്കേണ്ട. അവിടെ ആഡ് അഡ്രസ്സിൻ്റെ അവിടെ ഓപ്ഷൻ പോയി ക്ലിക്ക് ചെയ്യാം. മാനുവലായിട്ട് എൻ്റർ ചെയ്യുന്ന അടുത്ത ഓപ്ഷനിൽ വരുമ്പോൾ നോൺ GP അഡ്രസ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ഓക്കെ, ആ നോൺ GP അഡ്രസ്സ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഇന്ത്യയിൽ നിങ്ങളുടെ അഡ്രസ്സ് അവിടെ കൊടുക്കുക. ഓക്കെ, അതുപോലെ ഇനി അടുത്ത ബാക്കിയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഫില്ല് ചെയ്യാം. അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ പ്ലേസ് ഓഫ് ബർത്തും അതുപോലെ നമ്മുടെ മാൻഡേറ്ററി ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം ഫില്ല് ചെയ്യാം. നെക്സ്റ്റ് കൊടുക്കുക. നമ്മുടെ നാഷണൽ ഇൻഷുറൻസ് നമ്പർ നമ്മൾ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. അതിനുശേഷം പാസ്പോർട്ട് നമ്പർ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് UK പാസ്പോർട്ട് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അത് UK പാസ്പോർട്ട് ഉള്ളവർക്കാണ് അത് കൊടുക്കേണ്ടു, നമുക്കത് കൊടുക്കേണ്ട. നമ്മൾ നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്ലീസ് വെയിറ്റ് അവർ പ്രോസസ്സ് ചെയ്യുന്നത്. ആർ യു എലിജിബിൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ റെസിഡൻസിൻ്റെ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് 12 മാസമായിട്ട് ലാസ്റ്റ് 12 മാസത്തിനുള്ളിൽ എവിടെയെങ്കിലും പുറത്ത് നിന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അതല്ലെങ്കിൽ നോ കൊടുക്കുക. ഓക്കെ, അതുപോലെ ആർ യു കറന്റ് ഡ്രൈവിങ്ങിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും. ഇപ്പോൾ യെസ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. അതുപോലെ നമ്മുടെ ഐസൈറ്റിൻ്റെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ളതുണ്ടെങ്കിൽ കൊടുക്കുക. അതുപോലെ മെഡിക്കൽ കണ്ടീഷൻസ്, ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് നിങ്ങൾക്ക് അപ്ലൈ ആയിട്ടുള്ളതുണ്ടെങ്കിൽ അത് നിങ്ങൾ അവിടെ പ്രോപ്പറായിട്ട് കൊടുക്കുക. അതില്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞ ശേഷം ഡിക്ലറേഷൻ കൊടുക്കുക, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഓർഗൻ ഡോണർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ രജിസ്ട്രേഷനാണ്. അപ്പോൾ തൽക്കാലം നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ചെയ്യുന്നില്ല, നമ്മൾ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇമെയിൽ അഡ്രസ്സ് നമ്മൾ കൺഫേം ചെയ്യാം. നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക. നമ്മുടെ ഫോം നമ്മളൊന്ന് വായിച്ച് നോക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം നമ്മൾ വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ വായിച്ച് നോക്കി എല്ലാം കഴിഞ്ഞു. ഇത് പേയ്മെൻറ്റ് പേജാണ്. ഓക്കെ, ഇതിലേക്ക് വരെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ സബ്മിറ്റ് ആയിട്ടുണ്ട്, സബ്മിറ്റ് കഴിഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. ഈ പേയ്മെൻറ്റ് കഴിയുമ്പോൾ നമ്മളിപ്പോൾ 34 പൗണ്ടാണ് അടയ്ക്കേണ്ടത്. നമ്മുടെ ഏത് കാർഡ് ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് നടത്താം, UK ഏത് കാർഡ് ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് നടത്താം. 34 പൗണ്ടാണ് അതിൽ നിന്ന് ഒരു ഡിഡക്റ്റ് ആവുക. അത് കഴിഞ്ഞ് നമുക്ക് പേ നൗ കൊടുത്തു കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതിന് നമ്മുടെ ഒരു പേയ്മെൻറ്റ് കൺഫർമേഷൻ വരും. അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിലിലേക്ക് നമുക്ക് അടുത്ത സ്റ്റെപ്പിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒരു മെയിൽ വരും. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഒരു 1 വീക്കിനുള്ളിൽ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലേക്ക് നമുക്ക് DVLAയിൽ നിന്ന് അല്ലെങ്കിൽ DVSAയിൽ നിന്ന് നമുക്കൊരു ലെറ്റർ വരും, ഒപ്പം ഒരു കവറും വരും. ആ കവറിൽ നമ്മുടെ BRP കാർഡും
അതല്ലാന്നുണ്ടെങ്കിൽ ആ വന്നിരിക്കുന്ന ഫോമിൽ നമ്മൾ ഫോട്ടോയും സൈനും മാത്രം ഇട്ടുകൊണ്ട് നമ്മുടെ ഷെയർ കോഡും അതിൽ എഴുതിയിട്ട് നമുക്ക് തിരിച്ചയച്ചതിന് ശേഷം DVLA അത് വെരിഫൈ ചെയ്ത് അതിന് ഡീറ്റെയിൽസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 2-3 വീക്സ് മാക്സിമം എടുക്കുകയായിരിക്കും. അതിനുശേഷം തിരിച്ച് നമുക്ക് നമ്മുടെ BRP കാർഡ് നമ്മൾ അയച്ചിട്ടുണ്ടെങ്കിൽ ആ BRP കാർഡ് തിരിച്ചു വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേനും നമ്മുടെ പ്രൊവിഷണൽ ലൈസൻസ് നമ്മുടെ അഡ്രസ്സിലോട്ട് നമുക്ക് ലഭിക്കും. ഇത്രയുമാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ്, അതായത് പ്രൊവിഷണൽ ലൈസൻസ് നമുക്ക് നേടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം. ഈ പ്രൊവിഷണൽ ലൈസൻസ് 10 വർഷത്തെ വാലിഡിറ്റിയിലാണ് അവർ നമുക്ക് നൽകുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും അപ്ലൈ ചെയ്യുക. കാരണം ഇതൊരു നല്ലൊരു ID ഡോക്യുമെൻ്റ് ആണ്. നമ്മൾ പുറമേ നിന്ന് വന്നവർക്ക്, ഇവിടെയുള്ളവർക്കാണെങ്കിലും അത് ഇവിടെയുള്ളവർക്ക് ഓൾറെഡി അത് ഉണ്ടായിരിക്കും. കാരണം അത് വളരെ യൂസ്ഫുൾ ആണ്. 16 വയസ്സിന് മുകളിലുള്ള ആർക്കും അത് അപ്ലൈ ചെയ്യാം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു നല്ല ഒരു ID, കാരണം ഇപ്പോൾ BRP ഒക്കെ ഓൾറെഡി നിർത്തലാക്കാൻ പോകുമ്പോൾ നമുക്കൊരു ഫിസിക്കൽ ഡോക്യുമെൻറ്റിൻ്റെ കാര്യം ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ പ്രൊവിഷണൽ ലൈസൻസ് അപ്ലൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു. വീണ്ടും അടുത്ത വീഡിയോയുമായി കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.